ഇന്നത്തെ വീഡിയോയിൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുകയാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദേശം എവിടെയാണ്? കണ്ണൻമൂല, തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അതുപോലെ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഏതൊക്കെ പേരിലറിയപ്പെടുന്നു? ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നു. ശ്രീ വിദ്യാധിരാജ പരമഭട്ടാരകൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസൻ എന്ന് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് ആരാണ്? തൈക്കാട് അയ്യാഗുരുവാണ്. അതുപോലെ തന്നെ അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരാണ്? പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. ചട്ടമ്പി സ്വാമികൾക്ക് യോഗവിദ്യ അല്ലെങ്കിൽ ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ചു കൊടുത്തത് ആരാണ്? തൈക്കാട് അയ്യാഗുരുവാണ്. ആരാണ്? തൈക്കാട് അയ്യാഗുരുവാണ്. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ആര് പറയുകയുണ്ടായി? സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുകയുണ്ടായി. അതുപോലെ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ആനിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. ആനിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. കേരള യോഗീശ്വരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള യോഗീശ്വരൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. കേരള യോഗീശ്വരൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ ബ്രാഹ്മണ മേധാവിത്വത്തെയും വിഗ്രഹാരാധനയൊക്കെ കർശനമായിട്ട് എതിർത്തൊരു മഹത്വത്തിയായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. ഒരു ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ സമാധി അല്ലെങ്കിൽ സ്മാരകം എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു സമർപ്പിച്ച കൃതിയാണ് നവമഞ്ജരി. ബാലഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി എവിടെയാണ്? അതുപോലെ തന്നെയാണ് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. വേദാന്ത സാരം എന്ന കൃതി ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി തുടങ്ങിയവ ആരുടെ ബുക്കുകളാണ്? ചട്ടമ്പി സ്വാമികളുടെ ബുക്കുകളാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധിയും സ്മാരകങ്ങളും ഒക്കെ പണികഴിപ്പിച്ചത് ആരാണ്? കുമ്പളത്ത് ശങ്കുപിള്ളയാണ്. ആരാണ്? കുമ്പളത്ത് ശങ്കുപിള്ളയാണ്. കാവ്യ ധരിക്കാത്ത സന്യാസി എന്നും കമണ്ഡലു ധരിക്കാത്ത സന്യാസി എന്നും അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകു മാത്രമാണെന്ന് ആര് പറയുകയുണ്ടായി? ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുകയുണ്ടായി.